മുന്നേറിലെത്തി. കളിക്കളത്തിൽ പൊലിഞ്ഞ ഫുട്ബോൾ താരത്തിന്റെ കഥ. പാമ്പിനെ പാചകം ചെയ്യുന്നതിനിടെ വിഷം നീണ്ടി മരിച്ച പാചകക്കാരന്റെ കഥ. ദുരന്ത കഥകളുമായി ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. കുറ്റകൃത്യങ്ങളെ പ്രേക്ഷകരുടെ നീതിബോധത്തിന് വിട്ടുകൊണ്ട് വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കണ്ണൂരിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നും 443 ബോട്ടിൽ മദ്യം എക്സൈസ് പിടിച്ചെടുത്തു. മദ്യനിരോധനത്തെ തുടർന്ന് കച്ചവടത്തിനായി എത്തിച്ച വിദേശ മദ്യമാണ് പിടികൂടിയത്. മാഹിയിൽ നിന്നാണ് മദ്യം എത്തിച്ചതെന്നും സൂചന. ക്രൈം റിപ്പോർട്ട് നമ്പർ 1. കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് സമീപം ആയിക്കരയിലെ ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നും 443 ബോട്ടിൽ മദ്യം എക്സൈസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. എക്സൈസിന്റെ പ്രത്യേക സംഘമാണ് രഹസ്യവിവരത്തെ തുടർന്ന് വീട്ടിൽ പരിശോധന നടത്തി മദ്യക്കുപ്പികൾ കണ്ടെടുത്തത്. മാഹിയിൽ നിന്നും കൊണ്ടുവന്ന മദ്യമാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ദണ്ഡമാരിയമ്മൻ കോവിലിന് സമീപത്തിൽ ഒരു അടച്ചിട്ട വീട്ടിൽ വെച്ചാണ് ഈ മദ്യം പിടിച്ചെടുത്തത്. 443 ബോട്ടിലുകളാണ് പിടിച്ചത്. ഇത് മാഹിയിൽ വിൽപ്പനയ്ക്കുള്ള മദ്യമാണ്. കേരളത്തിൽ അനധികൃതമായിട്ട് വിൽപ്പനയ്ക്ക് വേണ്ടി ശേഖരിച്ച് വെച്ച മദ്യമായിരുന്നു പിടിച്ചെടുത്തത്. നമുക്ക് രഹസ്യവിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മദ്യം പിടിച്ചെടുത്തിരിക്കുന്നത്. പ്രതിയെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ ഷീബ എന്ന സ്ത്രീയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് മദ്യം സൂക്ഷിച്ചതെന്നും സംഭവ സമയത്ത് ഇവർ വീട്ടിലില്ല എന്നുമുള്ള വിവരങ്ങളാണ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. കൂടുതൽ വിവരങ്ങൾക്കായുള്ള അന്വേഷണം തുടരുകയാണ്. ആയിക്കര ഭാഗത്തെ അനധികൃത മദ്യവിൽപ്പന നടക്കുന്നതായുള്ള വിവരം എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് അന്വേഷണത്തിൽ ലഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ബാറുകളിൽ അവശേഷിക്കുന്ന മദ്യം 2 ദിവസത്തിനകം സർക്കാർ തിരികെ എടുക്കുമെന്ന വാർത്തയെ തുടർന്ന് ഏതു വിധേനയും മദ്യം വിറ്റഴിക്കാനാണ് ബാർ ഉടമകളുടെ തീരുമാനം. ബിവറേജസ് ഔട്ട്ലെറ്റുകളെക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് പല ബാറുകളും മദ്യം വിൽക്കുന്നത്. പീപ്പിൾ വാർത്തയെ തുടർന്ന് ഡിസ്കൗണ്ട് വിൽപ്പന നടത്തിയ ബാറുകളിൽ എക്സൈസ് വകുപ്പ് പരിശോധന നടത്തി. സംസ്ഥാനത്തെ ചില ബാറുകളിൽ നടക്കുന്നത് ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. കുടിയന്മാരെ കുപ്പികൾ മാടി വിളിക്കുന്ന അവസ്ഥ. എല്ലാം പൂട്ടിക്കെട്ടാൻ സർക്കാർ തീരുമാനിച്ചതോടെ ബാറുകളിൽ ഇപ്പോൾ ഡിസ്കൗണ്ട് മേളയാണ്. ബിവറേജിനേക്കാൾ ആകർഷകമായ ഓഫറുകൾ കൊടുത്താണ് ചില ബാറുകാർ കുടിയന്മാരെ മാടി വിളിക്കുന്നത്. 240 രൂപ വില, ആ സാധനം ഇന്നിപ്പോൾ 140 കൊടുക്കും. 420 രൂപ വിലയുള്ള മക്ഡവൽ ഹണി ബീ ഫുൾ ബോട്ടിൽ മദ്യത്തിന് ബാറിൽ ഇപ്പോൾ 400 രൂപ കൊടുത്താൽ മതി. കുടിയന്മാരുടെ ഇഷ്ട ബ്രാൻഡുകളായ JDF, VSOP, നെപ്പോളിയൻ, OPR, സെലിബ്രേഷൻ എന്നീ ബ്രാൻഡുകൾക്ക് 20 രൂപ മുതൽ 70 രൂപ വരെ താഴ്ത്തിയാണ് ബാറുകൾ വിൽക്കുന്നത്. അടിക്കുമ്പോൾ ടച്ചിങ്ങിന് അച്ചാറും കപ്പലണ്ടിയും കൊടുത്തിരുന്ന ബാറുകാർ ഇപ്പോൾ ഉദാരമനസ്കരാണ്. കശുവണ്ടി മുതൽ പുഴുങ്ങിയ താറാമുട്ട വരെ കൊടുക്കുന്ന ബാറുകാർ ഉണ്ടത്രേ. അരണ്ട വെളിച്ചത്തിൽ മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചിയേഴ്സ് പറഞ്ഞിരുന്ന കാലം കുടിയന്മാർക്ക് ഇനി ഗൃഹാതുര സ്മരണ ഉണർത്തുന്ന ഒരു ഓർമ്മയാവാൻ പോവുകയാണ്. പരസ്പരം വിട പറയും മുമ്പ് തങ്ങളുടെ പ്രിയപ്പെട്ട കുടിയന്മാർ വയറു നിറച്ച് കുടിക്കട്ടെ എന്നാണ് ബാറുകാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്. ഗതാഗത നിയമങ്ങൾ പരിഷ്കരിക്കുമ്പോഴും കൊച്ചിയിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. 1.5 വർഷത്തിനിടെ വിവിധ അപകടങ്ങളിലായി 664 പേരുടെ ജീവനാണ് നിരത്തിൽ നഷ്ടമായത്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതും എറണാകുളം ജില്ലയിലാണ്. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ എറണാകുളം ജില്ലയിലെ നഗരത്തിലും ഗ്രാമങ്ങളിലുമായുണ്ടായ അപകടങ്ങളുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണ്. നഗരത്തിൽ 2958 അപകടങ്ങളും ഗ്രാമങ്ങളിൽ 4486 അപകടങ്ങളും. ഈ അപകടങ്ങളിൽ പൊലിഞ്ഞത് 664 ജീവനുകളാണ്. കൈകാലുകൾ നഷ്ടപ്പെട്ടതടക്കം 579 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നും വിവരാവകാശം വഴി ലഭിച്ച രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ബൈക്ക് യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. 5805 അപകടങ്ങൾ. കാർ അപകടങ്ങൾ 2ാമതും ഓട്ടോ അപകടങ്ങൾ 3ാമതും റിപ്പോർട്ട് ചെയ്യപ്പെട്ട പട്ടികയിൽ സ്വകാര്യ ബസ്സുകളാണ് 4ാം സ്ഥാനത്തുള്ളത്. 1.5 വർഷത്തിനിടെ സംസ്ഥാനത്ത് 47,386 അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ 7444 എണ്ണവും എറണാകുളം ജില്ലയിൽ നിന്നുള്ളതായിരുന്നു. നിയമലംഘനങ്ങളെ തുടർന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണത്തിൽ എറണാകുളം ജില്ല മുൻപന്തിയിലുണ്ട്. മദ്യപിച്ച് വാഹനമോടിച്ചതിന് ഏറ്റവും കൂടുതൽ പേർ പിടിക്കപ്പെട്ടത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. 57,204 പേർ. തൊട്ടുപിറകിലായി തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയുമാണ്. യാത്രക്കിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് സംസ്ഥാനത്ത് 35,628 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ 3,946 പേരും എറണാകുളത്തു നിന്നുള്ളവരായിരുന്നു. ഹെൽമറ്റ് ഇല്ലാത്തതിനും സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാത്തതിനും പിടിക്കപ്പെട്ടവരിലും വലിയൊരു ശതമാനം പേരും എറണാകുളത്തു നിന്ന് തന്നെ. ഊതിക്കൽ അടക്കമുള്ള പരിശോധനകളെ തുടർന്നുള്ള കേസെടുക്കലുമെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. തുച്ഛമായ പിഴയും തടിക്കൊള്ളാത്ത ശിക്ഷയുമാണ് നിയമലംഘനങ്ങൾ ആവർത്തിക്കാൻ പ്രേരണയാകുന്നത് എന്നാണ് ആക്ഷേപം. സമീർ വഴങ്ങോട്, കൊച്ചി.
ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഭയം തേടിയ യുവതിയുടെ 2.5 വയസ്സുള്ള കുട്ടിക്ക് ചിൽഡ്രൻസ് ഹോമിൽ മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കോട്ടയം തോട്ടക്കാട്ടുള്ള അനാഥാലയത്തിനെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പീപ്പിൾ ടിവിയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്ത് കോട്ടയം തോട്ടക്കാട്ടുള്ള അനാഥാലയത്തിന് കൈമാറിയ 2.5 വയസ്സുകാരിക്കാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. കുട്ടിയുടെ ശരീരത്തിൽ വടികൊണ്ട് അടിച്ച നിരവധി പാടുകളുണ്ട്. 5 സെന്റിമീറ്റർ, 9 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ നീളത്തിൽ നിരവധി പാടുകളും കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടെന്ന് കുട്ടിയെ പരിശോധിച്ച ഡോക്ടറുടെ കുറിപ്പിലുണ്ട്. ഇതിന്റെ പകർപ്പും പീപ്പിൾ ടിവി പുറത്തുവിട്ടിരുന്നു. ഈ വാർത്ത പീപ്പിൾ ടിവി പുറത്തു കൊണ്ടുവന്നതിനു ശേഷമാണ് പോലീസും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ഈ വിവരം അറിയുന്നതും കേസെടുക്കാൻ തുനിഞ്ഞതും. കോട്ടയം തോട്ടക്കാടുള്ള അനാഥാലയത്തിലെ സിസ്റ്റർ ആൻജോസിനെ പ്രതിയാക്കി IPC 324 2000 ജുവനൈൽ ആക്ട് നിയമത്തിലെ 23 വകുപ്പും എന്നിവ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നതെന്ന് വാകത്താനം പോലീസ് അറിയിച്ചു. കുട്ടിയെ ചിൽഡ്രൻസ് ഹോമിൽ നിന്നും കൊണ്ടുപോകാൻ മിനിയോടൊപ്പം എത്തിയ ബന്ധുവിനോടും അടുത്ത ദിവസം തന്നെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ക്ഷേത്രങ്ങളിൽ മോഷണം തടയാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കർമ്മ പദ്ധതിക്ക് തുടക്കം. സംസ്ഥാനത്തെ ആദ്യ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഗുരുവായൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര വാസ്തുശില്പ മാതൃകയിൽ തീർത്ത പ്രവേശന കവാടവും കമനീയമായ ചുമർ ചിത്രങ്ങളും നിറയുന്ന സംഗീതവുമെല്ലാം മറ്റു പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ടെമ്പിൾ സ്റ്റേഷനെ വ്യത്യസ്തമാക്കുന്നു. പുന്നത്തൂർ ആനക്കോട്ടയും മഞ്ജുളാലും ആനയോട്ടവുമെല്ലാം നിറയുന്ന ചുമർ ചിത്രമാണ് സ്റ്റേഷനിലെത്തുന്നവരെ സ്വാഗതം ചെയ്യുന്നത്. ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയും ശ്രദ്ധേയമായി. രാധാകൃഷ്ണ വേഷധാരികളായ കുട്ടികളും ബാൻഡ് മേളവും കാവടിയുമെല്ലാം ഘോഷയാത്രയിൽ അണിനിരന്നു. ഗുരുവായൂർ ജനാർദ്ദനൻ നെടുങ്ങാടിയുടെ അഷ്ടപതിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഗുരുവായൂർ പരിസരത്തെ ബിവറേജ് ഔട്ട്ലെറ്റ് ഒക്ടോബറിൽ തന്നെ അടച്ചുപൂട്ടുമെന്ന് രമേശ് ചെന്നിത്തല ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഗുരുവായൂരിലെ കൂടി ഔട്ട്ലെറ്റ് പൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് കെ ബാബു മന്ത്രിയുമായി ഞാൻ ഫോണിൽ ഇവിടെ നിന്ന് സംസാരിക്കുകയായിരുന്നു. ഗുരുവായൂരിൽ ഏതായാലും ആദ്യത്തെ 10 എണ്ണം പൂട്ടുന്നതിനകത്ത് ഗുരുവായൂരിലെ ചൊവ്വല്ലൂർ പടിയിലെ അവിടെ ടെമ്പിൾ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം മറ്റു സ്റ്റേഷനുകളേക്കാൾ വ്യത്യസ്തമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേവസ്വം മന്ത്രി VS ശിവകുമാർ, അധ്യക്ഷരായ KV അബ്ദുൽ ഖാദർ, PA മാധവൻ, ADGP N ശങ്കർ റെഡ്ഡി എന്നിവർ പങ്കെടുത്തു. ഒരു CAയും 3 SIമാരും ഉൾപ്പെടെ 30 ഉദ്യോഗസ്ഥരാണ് ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് തേനമ്പതി നീർത്തട പദ്ധതിയിലെ തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവായി. കബളിപ്പിക്കപ്പെട്ട 6 കർഷകർ നൽകിയ പരാതിയിൽ വിജിലൻസ് ഡയറക്ടറാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. തേനമ്പതിയിലടക്കം സംസ്ഥാനത്തെ നീർത്തട പദ്ധതികളിലെ വ്യാപക തട്ടിപ്പ് പീപ്പിൾ ടിവി പുറത്തു കൊണ്ടുവരികയായിരുന്നു. പാലക്കാട് ജില്ലയിലെ തേനമ്പതി നീർത്തട പദ്ധതിയുടെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്തുന്ന പരാതിയിലാണ് പ്രാഥമിക അന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടർ ഉത്തരവിട്ടത്. പാലക്കാട് വിജിലൻസ് യൂണിറ്റിലെ CIS സുനിൽകുമാറിനാണ് അന്വേഷണ ചുമതല. ഈ മാസം അവസാനത്തോടെ അന്വേഷണം ആരംഭിക്കും. വിവിധ തലങ്ങളിൽ കർഷകർ പരാതി നൽകിയിട്ടും കാര്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടന്നിരുന്നില്ല. ഇതേ തുടർന്നാണ് വിജിലൻസ് ഡയറക്ടർക്ക് 6 കർഷകർ പരാതി നൽകിയത്. ബാങ്ക് അധികൃതരുടെ സഹായത്തോടെ ഹോപ്പ് ഫൗണ്ടേഷനും കമ്മിറ്റി കൺവീനർ L കൃഷ്ണസ്വാമിയും ചേർന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നാണ് പരാതി. 321 കർഷകരെ ഉൾപ്പെടുത്തി നബാർഡ് സർക്കാർ ഇതര ഏജൻസിയായ ഹോപ്പ് ഫൗണ്ടേഷൻ വഴി നടപ്പാക്കിയ 84 ലക്ഷം രൂപയുടെ പദ്ധതിയിലാണ് കർഷകർ കബളിപ്പിക്കപ്പെട്ടത്. പദ്ധതിയിൽ നിർദ്ദേശിച്ച ജോലികൾ ചെയ്തിട്ടും പണം ലഭിക്കാതായതോടെയാണ് വഞ്ചിക്കപ്പെട്ട കാര്യം കർഷകർ അറിഞ്ഞത്. ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ പണം പിൻവലിച്ചതായും ബോധ്യപ്പെട്ടു. മരിച്ചവരുടെ പേരിലും വ്യാജ ഒപ്പിട്ടും ജോലി ചെയ്യാത്തവരുടെ പേരിലും വലിയ തുക ബാങ്കിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിരുന്നു. ഇതിൽ തുടർ നടപടികൾ വൈകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കർഷകർ പരാതി നൽകിയത്. ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കലക്ടർ സർക്കാരിന് റിപ്പോർട്ട് നൽകാനിരിക്കെയാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാചകം ചെയ്യാനായി തല മുറിച്ചിട്ട മൂർഖന്റെ കടിയേറ്റാണ് പാചകക്കാരൻ മരിച്ചത്. ചൈനയിലാണ് സംഭവം. അപ്രതീക്ഷിതമായി അപകടം സംഭവിക്കുകയായിരുന്നു. പാചകക്കാരൻ നിമിഷങ്ങൾക്ക് മരിച്ചതിനാൽ രക്ഷാപ്രവർത്തനം വിഫലമായി. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ നിന്നാണ് ദയനീയ കഥ. ചൈനയിലെ ബെയ്ജിങ്ങിലുള്ള ഗുവാൻഡക് പ്രവിശ്യയിലെ ഒരു റെസ്റ്റോറന്റിലാണ് സംഭവം. പെങ് ഫാൻ എന്ന പാചകക്കാരനാണ് പാമ്പിന്റെ കടിയേറ്റ് മരിച്ചത്. പാമ്പിൻ സൂപ്പ് ഉണ്ടാക്കുന്നതിനായി കൊണ്ടുവന്ന ഇന്തോനേഷ്യൻ സ്പിറ്റിംഗ് കോബ്ര ഇനത്തിൽപ്പെട്ട പാമ്പാണ് പെങ്ങിനെ കടിച്ചത്. സൂപ്പ് ഉണ്ടാക്കാനായി പാമ്പിന്റെ തല മുറിച്ചു മാറ്റി 20 മിനിറ്റിന് ശേഷം കളയാനായി എടുത്തപ്പോൾ പാമ്പ് അപ്രതീക്ഷിതമായി കടിക്കുകയായിരുന്നു. ശക്തിയേറിയ വിഷബാധയേറ്റ പെങ്ങിന് ഉടൻ തന്നെ വൈദ്യസഹായം നൽകിയെങ്കിലും മരണമടഞ്ഞു.
ചത്തുകഴിഞ്ഞാലും കുറച്ചു സമയത്തേക്ക് പാമ്പുകൾക്ക് വിഷമുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. പെങ് തന്നെയാണ് പാമ്പിനെ കൈകാര്യം ചെയ്തതെന്നും അപ്രതീക്ഷിതമായ അപകടമായിരുന്നുവെന്നും പോലീസ് വക്താവ് പറയുന്നു. സംഭവത്തെ തുടർന്ന് പാമ്പ് പാചകക്കാർക്ക് കൂടുതൽ സുരക്ഷ നൽകാൻ ഹോട്ടൽ ഉടമകൾ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. മത്സരത്തിനിടെ ഗാലറിയിൽ നിന്നുള്ള കല്ലേറേറ്റ് കാമറൂണിന്റെ ഫുട്ബോൾ താരം കൊല്ലപ്പെട്ടു. ടീം പരാജയപ്പെട്ടതിനെ തുടർന്ന് ആരാധകൻ രോഷാകുലനാവുകയായിരുന്നു. കാമറൂണിന്റെ സ്ട്രൈക്കർ ആൽബർട്ട് എബോഡിക്കാണ് ദാരുണാന്ത്യം. മത്സരത്തിനിടെയാണ് ഗാലറിയിൽ നിന്ന് കല്ലേറുണ്ടായത്. കാമറൂണിന്റെ സ്ട്രൈക്കറും ജെസ്സി കബിലി താരവുമായ ആൽബർട്ട് എബോസിക്കൊപ്പം മറ്റ് സഹതാരങ്ങൾക്കും പരിക്കേറ്റു. ടീം ഡോക്ടർ പ്രാഥമിക ശുശ്രൂഷ നൽകി കളിക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ആൽബർട്ട് എബോസി മരണമടയുകയായിരുന്നു. അൾജീരിയയിലെ ടിസിഒയിൽ ആൽബർട്ടിന്റെ ക്ലബായ JS കബിലിയും USM അൾജീരിയയും തമ്മിൽ നടന്ന മത്സരത്തിൽ കബിലി പരാജയപ്പെട്ടതിലുള്ള അമർഷത്തെ തുടർന്ന് ആരാധകർ കല്ലെറിയുകയായിരുന്നു. പരാജയത്തിലും ടീമിന്റെ ഏക ഗോൾ നേടിയത് എബോസിയായിരുന്നു. ഗാലറിയിൽ നിന്നുള്ള ശക്തമായ ഏറിൽ എബോസിയുടെ തലയ്ക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ അൾജീരിയൻ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ആൽബർട്ടിനുണ്ടായ അപകടം നിർഭാഗ്യകരമാണെന്നും അൾജീരിയൻ ഫുട്ബോളിന് സംഭവിച്ച ദുരന്തമാണെന്നും USM അൾജീരിയ പ്രസ്താവനയിൽ പറഞ്ഞു. 24-കാരനായ ആൽബർട്ട് എബോസി കഴിഞ്ഞ വർഷമാണ് ഏറ്റവും സമ്പന്നമായ അൾജീരിയൻ ക്ലബായ JS കബിലിയിൽ ചേരുന്നത്. കാമറൂൺ കോട്ടൺ സ്പോർട്സ് AC, യൂണിസ്പോർട്ട് ബഫാങ്, ദവാല AC, മലേഷ്യൻ ക്ലബായ പെറാക്കഫെ എന്നീ ടീമുകളുടെയും താരമായിരുന്നു ആൽബർട്ട് എബോസി. കാമറൂൺ B ടീമിന് വേണ്ടി 6 രാജ്യാന്തര മത്സരങ്ങൾക്കും ആൽബർട്ട് ബൂട്ടണിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ കറങ്ങി നടന്ന് കവർച്ച നടത്തുന്ന 5 അംഗ അന്യസംസ്ഥാന നാടോടി സംഘത്തെ ചാത്തന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കർണാടക സ്വദേശികളായ രവീന്ദ്രൻ, ജയൻ, കുമാർ, ഗോവിന്ദപുരം സ്വദേശികളായ കർണൻ, വിക്രമൻ എന്നിവരാണ് പിടിയിലായത്. തിരുവനന്തപുരം കഠിനംകുളത്ത് താമസിച്ചിരുന്ന സംഘത്തെ കഴിഞ്ഞ ദിവസം രാത്രി കൊല്ലം ജില്ലയിലെ ആദിച്ചനെല്ലൂരിൽ നിന്ന് ആയുധങ്ങളുമായി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് മോഷണ വിവരം പുറത്തായത്. പ്രതികളിൽ 2 പേർ നേരത്തെ കരുനാഗപ്പള്ളിയിൽ ജുവലറി മോഷണവുമായി ബന്ധപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ നിന്നുള്ള അഴുക്കുചാൽ പരിസരവാസികൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. നെമ്മിനി സ്റ്റാഫ് ക്വാർട്ടേഴ്സിലുള്ള അഴുക്കുചാൽ മൂലം സമീപ പ്രദേശങ്ങളിലെ കിണറുകൾ പോലും മലിനമാക്കപ്പെട്ടു. ഇതിനെതിരെ പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ. 60ഓളം കുടുംബങ്ങളാണ് നെന്മിനി സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നത്. ഇവിടെ നിന്നുള്ള അടുക്കള മാലിന്യവും ശൗചാലയങ്ങളിൽ നിന്നുള്ള വെള്ളവും ക്വാർട്ടേഴ്സിന് പിറകിലുള്ള കാനയിലൂടെ ഒഴുക്കുകയാണ്. ഇവ കിലോമീറ്ററോളം പുരയിടങ്ങളിലൂടെയും മറ്റും കടന്ന് ചക്കങ്കണ്ടത്താണ് ചെന്നു ചേരുന്നത്. എന്നാൽ മണ്ണിട്ട ചാലുകളിലൂടെ കടന്നുപോകുന്ന മലിനജലം സമീപ പ്രദേശങ്ങളെ ദുർഗന്ധപൂരിതമാക്കുകയാണ്. വീടുകളിലെ കിണറുകളെ പോലും അഴുക്കുചാൽ മലിനമാക്കി കഴിഞ്ഞു. വെള്ളം ഇത് കാപ്പിയൊക്കെ ഉണ്ടാക്കിയാലേ ഒരു പാട പോലെയുള്ള വെള്ളം ഒരു അപ്പം തിളപ്പിച്ച് അപ്പം കഴിക്കുകയാണെങ്കിൽ ഒരു സമാധാനം. പിന്നെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കാപ്പി ചായ കൊടുക്കാൻ നമ്മൾ പാട കെട്ടി. തെക്ക് ഭാഗത്തു നിന്നുള്ള സകല വിസർജനങ്ങളും അവരുടെ വേസ്റ്റുകളൊക്കെ വന്ന് ഇവിടെ കിടന്ന് അടിഞ്ഞുകൂടി അടുത്തുള്ള വീട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടുമുണ്ട്. അകലെയുള്ളവർക്കും സ്മെല്ല് കൊണ്ടിരിക്കാൻ വയ്യ. കിണറുകളിലെ ജലം പ്രാഥമിക ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. നാട്ടുകാർ നിരവധി തവണ ദേവസ്വം അധികൃതരോട് പരാതി പറഞ്ഞിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല. അഴുക്കുചാൽ മൂലം ഈ മേഖലയിൽ കൊതുക് ശല്യവും രൂക്ഷമാണ്. പിന്നെ കൊതുകിന്റെ ശല്യം 5 മണി കഴിഞ്ഞാൽ വാതിലൊക്കെ അടച്ച് ഞങ്ങൾ പിന്നെ ഇറങ്ങാത്തൊരു കണ്ടീഷൻ പോലെ. കാരണം അടുത്തുള്ള ഞങ്ങളുടെ വീട്ടുകാരെല്ലാം ജനലൊക്കെ അടച്ച് ഇരിക്കുകയാണ്. കാരണം റോഡ് സൈഡിൽ കൂടെ പോകുന്നവരൊക്കെ മൂക്ക് പൊത്തിയിട്ടാണ് പോകുന്നത്. മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുക്കാതിരിക്കുകയോ അഴുക്കുചാൽ കാന നിർമ്മിച്ച് സ്ലാബുകൾ കൊണ്ട് മൂടുകയോ ചെയ്താലേ നാട്ടുകാരുടെ ഈ ദുരിതം അവസാനിക്കൂ. തൃശ്ശൂരിൽ നിന്ന് ക്യാമറമാൻ PP സലിമിനൊപ്പം ഡാനി പോൾ. ഇനി സന്തോഷ് പണ്ഡിറ്റിന്റെ പരാതി കേൾക്കാം. ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വിവാഹ ചിത്രത്തിൽ വാസ്തവമില്ലെന്ന് സന്തോഷ് പണ്ഡിറ്റ് പീപ്പിൾ TVയോട് പറഞ്ഞു. സിനിമയിലെ രംഗമാണ് ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതെന്നും സന്തോഷ് പണ്ഡിറ്റ് വ്യക്തമാക്കി. എൻ്റെ അറിവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും വീട്ടിൽ പോയി കട്ട കേസോ 100 ആളെ കൊന്ന കേസൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ആളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തുറന്ന് പറയുന്നതിൽ ഇപ്പം അത്ര വിഷമിക്കേണ്ട. കല്യാണം അത്ര ഒരു മോശം കാര്യമാണെന്ന് ഈ നിമിഷം വരെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഈ കഴിയുന്നതും ഇങ്ങനെ ഫോട്ടോ ഒക്കെ ചെയ്യുന്ന ആളുകൾ കുറച്ചുകൂടി ഒരു മാന്യത കാണിക്കണം. വല്ല ഹോളിവുഡ് നടിയായിട്ടോ അറ്റ്ലീസ്റ്റ് ഒരു ബോളിവുഡ് നടിയായിട്ടെങ്കിലും കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോഴാണ് ഏതോ ഒരു പെണ്ണൊക്കെ ആയിട്ട് കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇപ്പോൾ ഒരു കോടീശ്വരൻ 100 രൂപ കെട്ടു എന്ന് പറയുന്നേക്കാൾ നല്ലത് 1000 കോടി കെട്ടു എന്ന് പറയുമ്പോൾ ഒരു എഫക്റ്റ് ഉണ്ടാകും കേൾക്കുന്നവർക്ക്. അതുകൊണ്ട് ഈ രീതിയിൽ ചെയ്യരുത്. ഇനി ഇതേപോലെ ഫോട്ടോ കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഹോളിവുഡ് സ്റ്റാൻഡേർഡുള്ള പെൺകുട്ടികളാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. അങ്ങനെയൊക്കെ കുറച്ച് കാണിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിൽ ഭൂമി ലഭിച്ച 18 കുടുംബങ്ങൾക്ക് ഇവിടെ പ്രവേശനാനുമതി നിഷേധിക്കുന്നു. കാസർഗോഡ് അടൂരിലാണ് ഈ സ്ഥിതിവിശേഷം. ഭൂമിയുടെ കൈവശാവകാശത്തെ സംബന്ധിച്ച് സ്വകാര്യ വ്യക്തിയും സർക്കാരും തമ്മിലുള്ള കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നതാണ് പ്രശ്നത്തിന് കാരണം. ഇതേ തുടർന്ന് 18 കുടുംബങ്ങൾ നിരന്തരം സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട സ്ഥിതിയിലാണ്.
ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിൽ 3 സെന്റ് വീതം ഭൂമിയുടെ പട്ടയം ലഭിച്ചപ്പോൾ തലചായ്ക്കാൻ ഒരു കൂരയെങ്കിലും നിർമ്മിക്കാനാകുമല്ലോ എന്ന 18 കുടുംബങ്ങളുടെ സന്തോഷം ഏറെ നീണ്ടുനിന്നില്ല. റവന്യൂ അധികൃതർ അളന്നു നൽകിയ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തി വിട്ടു നൽകാത്തതിനെ തുടർന്നാണിത്. ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിലെ അടൂർ വില്ലേജിൽ സഞ്ചക്കടവ് എന്ന സ്ഥലത്താണ് തർക്കഭൂമി വില്ലേജ് അധികൃതർ ഭൂരഹിതർക്ക് അളന്നു നൽകിയത്. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭൂവുടമ ഷംസുദ്ദീനും സർക്കാരും തമ്മിലുള്ള കേസ് ഹൈക്കോടതി തീർപ്പാകും മുമ്പാണ് സ്ഥലം അളന്നു നൽകിയത്. മറ്റൊരു വ്യക്തിയുടെ കൈവശമുള്ള ഭൂമിയാണ് സർക്കാർ ഞങ്ങൾക്ക് തന്നത്. ആ പട്ടയം അവരുടെ കയ്യിലുണ്ടെന്നാണ് അവർ പറയുന്നത്. അത് കോടതി കേസ് നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ 3 സെന്റ് സ്ഥലം എവിടെയെങ്കിലും ആയിട്ട് കിട്ടിയാൽ പറ്റില്ല. ഞങ്ങൾക്ക് ഭൂമിയില്ല. ഞങ്ങൾക്ക് ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 3 സെന്റ് സ്ഥലം സർക്കാർ തന്നു. അതിന് ഞങ്ങളിപ്പോൾ കരുവും കെട്ടിയിട്ടുണ്ട്. അതിന് ബദലായിട്ട് ഈ സ്ഥലം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വേറൊരു സ്ഥലം തരണം. അത് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഈ സ്ഥലം കിട്ടിയതിന് ശേഷം ഇത് പല പ്രാവശ്യമായി ഓരോ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി പണിയെടുക്കാൻ വാടക വീട്ടിൽ താമസിക്കുന്നവരെ ഞങ്ങൾക്ക് വാടക കൊടുക്കണം, പണിയെടുക്കണം. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് വരുന്നത്. വില്ലേജ് ഉദ്യോഗസ്ഥർ 2 തവണ ഭൂമി അളന്നു നൽകിയെങ്കിലും ഭൂമിയിൽ പ്രവേശിക്കാൻ ഭൂമിയുടെ ഉടമ അനുവദിക്കുന്നില്ല. ഇതേ തുടർന്ന് വില്ലേജ് ഓഫീസും താലൂക്ക് ഓഫീസും കലക്ടറേറ്റും കയറിയിറങ്ങിയ ഈ കുടുംബങ്ങൾ ഗത്യന്തരമില്ലാതെ കൃഷിമന്ത്രി KP മോഹനെ കണ്ട് പരാതി പറഞ്ഞു. ജില്ലാ കലക്ടറെ കാണാനായിരുന്നു മന്ത്രിയുടെ മറുപടി. ഇവിടെ ഭൂമി ലഭിച്ച 18-ൽ 15 പേരും സ്ത്രീകളാണ്. വാടകയ്ക്ക് താമസിക്കുന്ന തൊഴിലാളി കുടുംബങ്ങളാണ് ഇവരുടേത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുട്ടനാട് പാക്കേജ് ഉപേക്ഷിക്കാൻ സർക്കാർ നീക്കം. മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടേണ്ട ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം കൂടിയിട്ട് 1 വർഷമാകുന്നു. 3 വർഷമായിട്ടും പാക്കേജിന് ഡയറക്ടർ ഇല്ലാത്തതും പാക്കേജ് നടപ്പാക്കുന്നത് വൈകാൻ കാരണമാണ്. പദ്ധതി വഴിയിൽ ഉപേക്ഷിച്ചാൽ സർക്കാർ ഇതുവരെ ചെലവഴിച്ച ലക്ഷങ്ങളും പാഴാകും. പരിസ്ഥിതി തകർച്ച നേരിടുന്ന കുട്ടനാടിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പാക്കേജിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുമതി നൽകിയത്. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പദ്ധതിക്ക് കൃഷി വകുപ്പിൽ നിന്നും ഇതുവരെ ആരെ നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ് പദ്ധതിയുടെ പരാജയത്തിന് പ്രധാന കാരണം. മാത്രമല്ല, കഴിഞ്ഞ 3 വർഷമായി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ഡയറക്ടർ പോലുമില്ല. നിലവിൽ കൃഷി വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയാണ് താൽക്കാലിക ചുമതല നൽകി ഇവിടെ നിയമിച്ചിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ മാതൃസ്ഥാപനങ്ങളിലേക്ക് മടങ്ങിപ്പോക്ക് തുടങ്ങി. പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ അലംഭാവം കാട്ടുന്നതായാണ് ആലപ്പുഴയിലെത്തിയ UDF കൺവീനർ PP തങ്കച്ചൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കുട്ടനാട് പാക്കേജ് എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തൊരു ബന്ധപ്പെട്ടവരുടെ ഒരു കോൺഫറൻസ് വിളിച്ചില്ലെങ്കിൽ അതിൽ ഒരുപാട് അപാകതകൾ സംഭവിക്കുമോ എന്ന് സംശയമുണ്ട്. കാരണം ഒരുപാട് പണം ലാപ്സായി പോകാനൊക്കെ സാധ്യതയുണ്ട്. 3 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ട പദ്ധതി 6 വർഷമായിട്ടും എങ്ങും എത്തിയില്ല. 1840 കോടി രൂപയുടെ പദ്ധതിയിൽ 1270.27 കോടി രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരം ലഭിച്ചത്. ഇതിൽ 446.68 കോടി രൂപ അനുവദിച്ചു. ചെലവഴിച്ചതാകട്ടെ 382.15 കോടി രൂപ മാത്രം. 6 വർഷത്തിനിടയിൽ 4 പേർക്കാണ് പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചുമതല നൽകിയത്. നിലവിൽ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സ്വന്തമായിട്ടൊരു ഡയറക്ടർ പോലുമില്ല. 18 വകുപ്പുകൾ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പിലാക്കേണ്ടതെങ്കിലും ഇതുവരെ ഈ ഏകോപനവും ഉണ്ടായിട്ടില്ല. 7 മാസത്തിലധികമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം തന്നെ നടന്നിട്ട്. കേന്ദ്രത്തിൽ ഭരണമാറ്റം വന്നതോടെ കേന്ദ്ര ഫണ്ടിന്റെ കാര്യത്തിലും ഇനി പ്രതീക്ഷയില്ലെന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഗണേഷ് കുമാറിനെ ഭീഷണിപ്പെടുത്തിയാണ് മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചതെന്ന് കേരള കോൺഗ്രസ് ബി ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ള. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഭീഷണി. ഗണേഷിന്റെ മന്ത്രിസ്ഥാനം വാഗ്ദാനമല്ല, ചതിയായിരുന്നുവെന്നും ബാലകൃഷ്ണപിള്ള പീപ്പിളിനോട് പറഞ്ഞു. ഗണേശിന് മന്ത്രിയാകാനുള്ള അയോഗ്യത എന്തെന്ന് ചോദിച്ചാണ് ബാലകൃഷ്ണപിള്ള ഗണേശിന്റെ രാജിയുടെ ഉള്ളറ രഹസ്യങ്ങൾ പീപ്പിളുമായി പങ്കുവച്ചത്. ഭാര്യയുമായുള്ള പ്രശ്നത്തിൽ ഗണേശിനെ അറസ്റ്റ് ചെയ്യുമെന്ന് ഒരു മന്ത്രി ഭീഷണിപ്പെടുത്തിയാണ് രാജിവെപ്പിച്ചതെന്ന് പിള്ള പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ഭീഷണിപ്പെടുത്തലിന് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും സാക്ഷിയായിരുന്നുവെന്നും ബാലകൃഷ്ണപിള്ള പറഞ്ഞു. ഭാര്യാഭർത്താക്കന്മാരുടെ ബഹളം, ആ ബഹളത്തിൽ ഒരു മന്ത്രി പറയുകയാണ്, ഗണേശൻ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ടെങ്കിൽ നാളെ കാലത്ത് നിങ്ങളെ അറസ്റ്റ് ചെയ്യും എന്ന് മുഖ്യമന്ത്രിയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ മന്ത്രി പറഞ്ഞാൽ ഞാനുമായിട്ട് ബന്ധമില്ലാതെ എൻ്റെ പിന്തുണയില്ലാതെയും നിൽക്കുന്ന ഗണേശന് രാത്രിയിൽ അർദ്ധരാത്രിക്ക് രാജിവെപ്പിച്ചപ്പോൾ ഒരു വാക്ക് കൊടുത്തവരെല്ലാം കൂടി. ഗണേശ് രാജിവെച്ചപ്പോൾ മന്ത്രിസ്ഥാനം തിരിച്ചു നൽകുമെന്ന് മുഖ്യമന്ത്രി വാഗ്ദാനം നൽകിയെങ്കിലും ഇത് വാഗ്ദാനമല്ല, ചതിയായിരുന്നുവെന്ന് പിന്നീട് മനസ്സിലായെന്ന് പിള്ള പറഞ്ഞു. അന്ന് മന്ത്രിസ്ഥാനം തിരിച്ചു കൊടുക്കാതിരുന്നാണ് പറഞ്ഞ ചതിയെന്ന്. മന്ത്രിസഭാ പുനഃപ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യം KPCC പ്രസിഡന്റ് VM സുധീരനുമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും പിള്ള പറഞ്ഞു. നിലവിൽ മന്ത്രി കസേരയില്ല എന്നതാണ് ഗണേശിന്റെ മന്ത്രിസഭാ പുനഃപ്രവേശനത്തിന് തടസ്സമെന്ന് ബാലകൃഷ്ണപിള്ള പറഞ്ഞു. ഗണേശിന്റെ മന്ത്രി കസേരയിലാണ് ചെന്നിത്തല ഇരിപ്പുറപ്പിച്ചിരിക്കുന്നതെന്ന പരിഹാസവും പിള്ള നടത്തി. ഈ ഗണേശൻ ഇറങ്ങിയ കസേരയിൽ വകുപ്പ് മാറിയാണെങ്കിലും
ഗണേശൻ ഇരുന്ന കസേരയിൽ രമേശ് ചെന്നിത്തല ഇരിപ്പ് ഉറപ്പിച്ചു. അപ്പോൾ 21 പേരായി. ഒരു കസേര ഒഴിയണം, അതാണ് ഏറ്റവും പ്രധാനം. അത് ആരൊഴിയണം, ഏത് ഗ്രൂപ്പിൽ നിന്ന് ഒഴിയണം എന്നൊക്കെ അവർ തമ്മിൽ തർക്കങ്ങളും കാര്യങ്ങളും നടക്കും. ലെസ്ലി ജോൺ, തിരുവനന്തപുരം.